നമസ്തേ, ഞാൻ ശിവൻ പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. ജെയ് മെയിൻ 2025 സെക്കൻഡ് സെഷൻ ഏപ്രിൽ 2-ാം തീയതി മുതൽ അഡ്മിറ്റ് കാർഡുകൾ jmein.nta.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്കൊന്ന് കണ്ണോടിക്കാം. ജെയ് മെയിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത വെബ്സൈറ്റിൽ നമുക്ക് കാൻഡിഡേറ്റ് ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാം. ആദ്യത്തെ 3 ദിവസത്തെ അഡ്മിറ്റ് കാർഡാണ് നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമുള്ള എക്സാം ഡേറ്റ് കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡുകൾ എക്സാമിന് 3 ദിവസം മുമ്പ് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതായത് ഏപ്രിൽ 1-ാം തീയതിയോ 2-ാം തീയതിയോ ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ ലഭ്യമാകും. 2, 3, 4 തീയതികളിൽ പേപ്പർ 1 BE BTech എക്സാമാണ് നടക്കുന്നത്. രാവിലത്തെ ഷിഫ്റ്റ് 9 മുതൽ 12 വരെയും ഉച്ച കഴിഞ്ഞിട്ട് 3 മുതൽ 6 വരെയുമാണ്. അതിൻ്റെ അഡ്മിറ്റ് കാർഡാണ് ഓൾറെഡി വെബ്സൈറ്റിൽ അപ്ലോഡ് ആയിരിക്കുന്നത്. ഇനി 7th ഏപ്രിലാണ് എക്സാം ഉള്ളത്. 5, 6 തീയതികളിൽ എക്സാം ഇല്ല. 7-ാം തീയതി പേപ്പർ 1 തന്നെ ഉണ്ട്. ഇതുപോലെ തന്നെ 9 മണിക്കും 3 മണിക്കുമുള്ള 2 ഷിഫ്റ്റുകൾ. 9 എക്സാമുകളാണ് ഈ സെക്കൻഡ് സെഷനിൽ നടക്കുന്നത്. അതിൽ ലാസ്റ്റ് ഏപ്രിൽ 8-ാം തീയതി നടക്കും. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ബി പ്ലാനിംഗ് എക്സാം ഏപ്രിൽ 9-നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിന് രണ്ടും രാവിലത്തെ ഷിഫ്റ്റിലാണ് BRക്കിൻ്റെയും ബി പ്ലാനിങ്ങിൻ്റെയും. അപ്പോൾ ഇത് രണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് 2 അഡ്മിറ്റ് കാർഡുകൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാവുകയും ചെയ്യും. 2, 3, 4 തീയതികളിലെ എക്സാം എഴുതുന്ന അഡ്മിറ്റ് കാർഡുകളാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. റിമൈനിങ് കാൻഡിഡേറ്റ്സിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ വിത്തിൻ 3 ഡേയ്സ് തന്നെ വെബ്സൈറ്റിൽ ലഭ്യമാകും. നമ്മൾ ജെയ് മെയിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഏത് ഫോട്ടോ ID കാർഡാണോ പറഞ്ഞിരിക്കുന്നത് ആ ഫോട്ടോ ID കാർഡുമായിട്ടാണ് നമ്മൾ അഡ്മിറ്റ് കാർഡിനോടൊപ്പം എക്സാം സെൻറ്ററിൽ ഹാജരാവേണ്ടത്. എക്സാം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സെഷൻ 1-ൽ പലരും അഡ്മിറ്റ് കാർഡ് കൊണ്ടുവന്നപ്പോൾ ആ അഡ്മിറ്റ് കാർഡിൽ ബാർകോഡോ അതുപോലെ തന്നെ QR കോഡോ വിസിബിൾ അല്ലായിരുന്നു. അത് നമുക്കറിയാം, ആ PDF ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ച ചില കുഴപ്പങ്ങളാണ്. അത് അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ അഡ്മിറ്റ് കാർഡിനകത്ത് QR കോഡും അതുപോലെ തന്നെ ബാർകോഡും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ അഡ്മിറ്റ് കാർഡുമായിട്ട് എക്സാം സെൻറ്ററിലേക്ക് പോകാവുള്ളൂ. ഒരു അഡ്മിറ്റ് കാർഡ് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അഡ്മിറ്റ് കാർഡിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ QR കോഡ് അതുപോലെ തന്നെ ബാർകോഡ് ഇത് രണ്ടും ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഇതുള്ള അഡ്മിറ്റ് കാർഡ് മാത്രമേ എക്സാം സെൻറ്ററിൽ എടുക്കുകയുള്ളൂ. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോയി ധൃതി പിടിച്ച് നമ്മളെ അഡ്മിറ്റ് കാർഡ് എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇത് രണ്ടും ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും സിഗ്നേച്ചറും അതിനകത്തുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ എക്സാം ഇപ്പോൾ പേപ്പർ 1ഉം പേപ്പർ 2A 2B ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതിൻ്റെ അഡ്മിറ്റ് കാർഡാണെന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഏത് ഷിഫ്റ്റിലാണ് എക്സാം എന്നുള്ളത് ശ്രദ്ധിക്കണം. സെൻറ്ററിൻ്റെ അഡ്രസ്സ് വളരെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കണം. അങ്ങോട്ടുള്ള ഡ്യൂറേഷനൊക്കെ നമുക്ക് നോക്കണ്ടേ. അതിനുശേഷം നമുക്ക് അഡ്മിറ്റ് കാർഡിൽ നമ്മൾ കഴിഞ്ഞ സെഷൻ 1 എഴുതിയവർക്ക് അറിയാം, ഇവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇതിന് ആവശ്യത്തിന് സ്പേസ് ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ മുകളിലോട്ട് ഫോട്ടോ മറഞ്ഞു പോകാം, യാതൊരു കുഴപ്പവുമില്ല. ഇവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കാൻഡിഡേറ്റിൻ്റെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പോകേണ്ടതാണ്. ഫോട്ടോയും തമ്പ് ഇംപ്രഷനും നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോകണം. സിഗ്നേച്ചർ എക്സാം സെൻറ്ററിൽ ചെന്നിട്ട് ഇൻവിജിലേറ്ററിൻ്റെ മുമ്പിൽ വെച്ച് മാത്രമേ ഇടാവുള്ളൂ. ഇതാണ് 1-ാമത്തെ പേജ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഈ അഡ്മിറ്റ് കാർഡും വാലിഡ് ഫോട്ടോ ID-യും ബാക്കി എന്തൊക്കെ അഡീഷണൽ ആണ് കൊണ്ടുപോകേണ്ടതെന്ന് കൂടി നമുക്ക് നോക്കാം. നമുക്ക് എക്സാം 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാനായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ വെള്ളത്തോടു കൂടി നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ബോൾ പോയിൻ്റ് പെന്ന് നമുക്ക് റഫ് വർക്ക് ചെയ്യാനായിട്ടും ഒക്കെയുള്ള ഡീറ്റെയിൽസ് സൈൻ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിൻ്റ് പെൻ നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ സെഷൻ 1-ൽ ചിലരെങ്കിലും നമുക്കിപ്പോൾ ഈ കിട്ടുന്ന 2 രൂപയുടെ ഈ ചെറിയ പേനയായിട്ട് പോയി, അത് ഒരിക്കലും അലൗബിൾ അല്ല. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അകത്തെ റീഫിലൊക്കെ കാണാവുന്ന കണ്ണാടി പോലെയുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിൻ്റ് പെന്ന് തന്നെ നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കണം. അതുപോലെ അഡ്മിറ്റ് കാർഡ് നമ്മൾ ഈ 1-ാമത്തെ പേജ് അത് ഡ്യൂലി ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫോട്ടോ ഒട്ടിക്കാനും തമ്പ് ഇംപ്രഷൻ വെക്കാനും മാത്രമേ ഉള്ളൂ. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫും കൂടെ വേണം. എന്തിനാണ്? നമ്മുടെ അവിടുത്തെ അറ്റൻഡ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട്. പിന്നെ ഒറിജിനൽ ID പ്രൂഫ്. അപ്പം ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം? ഡ്യൂലി ഫില്ല് ചെയ്ത അഡ്മിറ്റ് കാർഡ്, ഒരു അഡീഷണൽ ആയിട്ടൊരു ഫോട്ടോഗ്രാഫ്, ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിൻ്റ് പെന്ന്, അതുപോലെ തന്നെ ID പ്രൂഫ്, ആധാർ. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തപ്പം ID പ്രൂഫിൻ്റെ അവിടെ എന്താണോ നിങ്ങൾ കൊടുത്തിരുന്നത് ആ ID പ്രൂഫിൻ്റെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകണം. അപ്പം നിങ്ങൾ ആധാറാണ് കൊടുത്തതെങ്കിൽ ഈ ആധാർ ധാരാളം മതിയാകും. നമ്മുടെ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ഈ ആധാറിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നത് ധാരാളം മതിയായിരിക്കും. അതുപോലെ ആധാർ എൻറോൾമെൻറ്റ് ഫോം, ആധാർ കാർഡ്, ഇനി വോട്ടേഴ്സ് ID,
അതുപോലെ തന്നെ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ID ആയിട്ട് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ +2ൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയാലും മതിയാകും. നിങ്ങളുടെ പേര് കറക്റ്റുള്ള, നിങ്ങളുടെ ഫോട്ടോ നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന, അതിനകത്ത് വേറെ അഡ്രസ്സോ ഡേറ്റ് ഓഫ് ബർത്തോ ഒന്നും വെരിഫൈ ചെയ്യില്ല. കാൻഡിഡേറ്റിൻ്റെ പേരും കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ഒറിജിനൽ ID പ്രൂഫ് ഉണ്ടാകണം. അത് ആധാർ ആണെങ്കിലും ധാരാളം മതിയായിരിക്കും. പിന്നെ നമുക്കറിയാം, എക്സാമിന് നമുക്ക് യാതൊരു തരത്തിലുള്ള മെറ്റൽ ആഭരണങ്ങളും നമുക്ക് ധരിക്കാനായിട്ടാവില്ല, വാച്ച് കൊണ്ടുപോകാനായിട്ടാവില്ല. അതുകൊണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മെറ്റലായിട്ട് ലോഹനിർമ്മിതമായിട്ടുള്ള എല്ലാം ദയവായിട്ട് ഒഴിവാക്കണം. വാച്ച്, അതുപോലെ തന്നെ മാല, കമ്മൽ, അങ്ങനെയുള്ള എല്ലാ ആഭരണങ്ങളും ഒഴിവാക്കി വീട്ടിൽ വെച്ചിട്ട് തന്നെ പോരാവുള്ളൂ. ഇതൊന്നും സൂക്ഷിക്കാൻ എക്സാം സെൻറ്ററിൽ പ്രത്യേകിച്ച് സ്ഥലങ്ങളില്ല. അതുകൊണ്ട് ആഭരണങ്ങളെല്ലാം മാറ്റിയിട്ടേ പോകാവുള്ളൂ. ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഏത് വേണമെങ്കിലും ധരിക്കാം. നീറ്റ് പോലെ വളരെ റിസ്ട്രിക്ഷനൊന്നുമില്ല. ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ഏത് ഡ്രസ്സും നിങ്ങൾക്ക് ധരിക്കാം. ഷൂസ് അലവബിൾ അല്ല. ഷൂസ്, ഫുട്വെയർ, തിക്ക് സോൾസ്, വളരെ കട്ട് കൂടിയ സോളുള്ളത്, അതുപോലെ ഗാർണമെൻറ്റ്സ്, ലാർജ് ബട്ടൺസ്, ചെറിയ ബട്ടൺസ് അല്ല, വലിയ ലോഹനിർമ്മിതമായുള്ള ബട്ടൺസ് ഉള്ള ചുരിദാറുകളോ ഷർട്ടുകളോ ടീഷർട്ടുകളോ ദയവായിട്ട് അനുവദിക്കുകയില്ല. അപ്പം ഈ അഡ്മിറ്റ് കാർഡിൻ്റെ 2ാമത്തെ പേജിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് നോക്കുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതിയാകും. അതിൻ്റെ ഡ്രസ് കോഡിനെ കുറിച്ച് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പോകാനായിട്ട്. കഴിഞ്ഞ സെഷൻ 1 സമയത്തും ചില കുട്ടികളെങ്കിലും അങ്ങനെ പോയി. അതുപോലെ ആചാരപരമായിട്ടുള്ള ചരട്, തകിട്, അങ്ങനെയുള്ള ഒന്നും, ലോഹനിർമ്മിതമായിട്ടുള്ള ഒന്നും എക്സാം സെൻറ്ററിൽ അനുവദിക്കുകയില്ല. അതൊക്കെ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിന് വരാവുള്ളൂ. പിന്നെ നമുക്കറിയാം, നമുക്ക് അഡീഷണൽ വർക്ക് ചെയ്യാനായിട്ടുള്ള 6 A4 സൈസ് പേപ്പർ എക്സാം സെൻറ്ററിൽ നിന്ന് തരും. നമുക്കത് ചെല്ലുമ്പോഴേ നമ്മുടെ റോൾ നമ്പർ, നമ്മളുടെ പേരും എഴുതിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. അത് തിരിച്ച് പോരുമ്പോൾ, എക്സാം കഴിയുമ്പം അഡ്മിറ്റ് കാർഡ് നമ്മൾ ആ എക്സാം സെൻറ്ററിൽ തന്നെ കൊടുത്തിട്ടാണ് വരുന്നത്. അതുപോലെ അഡീഷണൽ റെഫർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ഈ പേപ്പറുകളും അഡീഷണൽ ചെയ്ത വർക്ക് ബുക്കുകളും നമ്മൾ ആ എക്സാം സെൻറ്ററിൽ പ്രത്യേക ബോക്സുകളുണ്ട്, അതിനകത്ത് ഇട്ടിട്ടാണ് വരുന്നത്. അഡ്മിറ്റ് കാർഡോ അഡീഷണൽ വർക്ക് ചെയ്ത നമ്മുടെ പേപ്പറുകളോ നമുക്ക് എക്സാം സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അനുവാദമില്ല. 9-ാം തീയതി BRK അല്ലെങ്കിൽ ബി പ്ലാനിങ് ടെസ്റ്റ് എഴുതുമ്പോൾ അവരുടെ ജോമെട്രി ബോക്സ്, പെൻസിൽ, ഇറേസേഴ്സ്, കളർ പെൻസിൽസ് അവർ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. വാട്ടർ കളറ് നമുക്ക് അനുവദിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ജോമെട്രി ബോക്സ് സെറ്റ്, പെൻസിൽ, ഇറേസർ, കളർ പെൻസിൽ എന്നിവയാണ് എക്സാം സെൻറ്ററിൽ 9-ാം തീയതി, ഏപ്രിൽ 9-ാം തീയതി അനുവദിക്കുന്നത്. ആദ്യത്തെ ഒരു പേജ് മാത്രമാണ് അഡ്മിറ്റ് കാർഡായിട്ട് എക്സാം സെൻറ്ററിൽ കൊണ്ടുപോകേണ്ടത് വിത്ത് ID പ്രൂഫ്. 3-ാമത്തെ പേജിൽ പേരൻസിനും കുട്ടികൾക്കുമുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കണം. അതിൻ്റെ അടുത്ത 4-ാമത്തെ പേജിലാണ് ഡിക്ലറേഷൻ ഓഫ് നോൺ ആധാർ കാൻഡിഡേറ്റ്. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് ആധാർ വെരിഫൈ ചെയ്യാത്ത കുട്ടികളോ അല്ലെങ്കിൽ ഇനി എക്സാം സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ബയോമെട്രിക് വെരിഫൈ ചെയ്യാത്തവരൊക്കെ നമ്മൾ ഈ ഫോം, ഈ 4-ാമത്തെ പേജ് അവിടെ വെച്ച് ഫില്ല് ചെയ്തിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇത് ആധാർ അല്ല കൊണ്ടുപോകുന്നത്. ആധാർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തപ്പം വെരിഫൈ ആയിട്ടില്ല, അവിടെ എക്സാം സെൻറ്ററിൽ ചെന്നപ്പോൾ നമ്മളെ ബയോമെട്രിക് വെരിഫൈ ആയിട്ടില്ല. ഇങ്ങനെയുള്ള 3 കാറ്റഗറിക്കാരാണ് ഈ ഡിക്ലറേഷൻ ഫോം കൊണ്ടുപോകേണ്ടത്. ഈ 4-ാമത്തെ പേജ് ബ്ലാങ്ക് ആയിട്ട് കൊണ്ടുപോയാൽ മതി. അവിടെ ചെല്ലുമ്പം ഇത് ഏതെങ്കിലും നമ്മൾ വെരിഫൈ ചെയ്തില്ലെങ്കിൽ മാത്രം അത് പൂരിപ്പിച്ച് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതിയാകും. എല്ലാവരും നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ടതല്ല. ആധാറാണ് നിങ്ങൾ വെരിഫിക്കേഷൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമല്ല. JEE 2025 31ഓളം NIT-കളിലെ 25,000-ഓളം BTech സീറ്റുകൾ, 26ഓളം IIIT-കളിലെ 8,000-ഓളം BTech സീറ്റുകൾ, സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയൊക്കെ സീറ്റുകൾ ജോസ സീറ്റ് ലൊക്കേഷൻ വഴി നമുക്ക് ജൂൺ 3-ാം തീയതി മുതൽ ഓപ്ഷൻ കൊടുത്ത് തുടങ്ങേണ്ടതാണ്. ഏപ്രിൽ 17-ാം തീയതി ഓൾ ഇന്ത്യ റാങ്ക് പബ്ലിഷ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട JEE അഡ്വാൻസ്ഡ്, മെയ് 18-ാം തീയതി നടക്കുന്ന JEE അഡ്വാൻസ്ഡിന് ആരൊക്കെയാണ് ക്വാളിഫൈ ചെയ്യുന്നതെന്നൊക്കെ ഏപ്രിൽ 17-ാം തീയതി നമുക്കറിയാം. ഇതിനൊക്കെ നമുക്ക് വേണ്ടത് ഏപ്രിൽ 2-ാം തീയതി മുതൽ നടക്കുന്ന JEE മെയിൻ സെഷൻ 2 ഏറ്റവും നല്ലൊരു റിസൾട്ട് സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ജനുവരി 22 മുതൽ നടന്ന ടെസ്റ്റുകളുടെ 10ഓളം പരീക്ഷകളുടെ ആ ഒരു പാറ്റേൺ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതായത് മാത്തമാറ്റിക്സ് ലെങ്തിയാണ്, മാത്തമാറ്റിക്സ് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അതായത് മാത്തമാറ്റീഷ്യൻസ് ആയിരിക്കണം, മാത്തമാറ്റിക്സ് നന്നായിട്ട് അറിയാവുന്നവരായിരിക്കണം എഞ്ചിനീയർമാർ, അവരായിരിക്കണം IIT-കളിലും NIT-കളിലും IIIT-കളിലും പഠിക്കാൻ വരേണ്ടതെന്നുള്ള തീർച്ചയായിട്ടുള്ള ആ ഒരു മുൻവിധിയോടുകൂടി തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. അപ്പോൾ ജനുവരി 22 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 10 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അത് ബ്രില്യൻ്റ് ലേണിംഗ് ആപ്പിനകത്തുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ ടൈമിംഗ്, എക്സാം ടൈമിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ
നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസിന് ഒത്തിരി കൂടുതൽ സമയം ഉപയോഗിക്കുകയും നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റുന്ന, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഫിസിക്സ് കെമിസ്ട്രിക്ക് നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക്, ഇപ്പം ഇത് ഏത് ടൈപ്പ് ആണെങ്കിലും നമുക്ക് മാർക്കിന് ഈക്വൽ വെയിറ്റേജ് ആണ്. മാത്തമാറ്റിക്സ് തന്നെ മുഴുവൻ ചെയ്താലാണ് നല്ല റാങ്ക് കിട്ടുന്നതെന്നില്ല. അതുകൊണ്ട് നമുക്ക് നല്ല സ്കോർ കിട്ടാനായിട്ട് ഫിസിക്സിൽ നിന്ന് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, കെമിസ്ട്രിയിൽ നിന്ന് വരും. മാത്തമാറ്റിക്സിൻ്റെ 30 ക്വസ്റ്റ്യൻസിലും ഓൾമോസ്റ്റ് 20ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ ഇതിനെ ഒന്ന് പിക്ക് ചെയ്തെടുക്കുക, പെട്ടെന്ന് നമ്മളെ ടൈം നമ്മുടെ കയ്യിൽ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും സ്മാർട്ടായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ജനുവരി 22 തുടങ്ങുന്ന ടെസ്റ്റ്, ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിരുത്തി നോക്കണം. അതിനകത്ത് എങ്ങനെ ടൈം മാനേജ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. ടൈം മാനേജ്മെൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ സെഷൻ 2-ൽ ഏറ്റവും അധികം നിങ്ങൾക്ക് ഒരു നല്ല റാങ്ക് കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡ്. അപ്പം ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട ദിവസങ്ങളാണ്. ഒപ്പം ഏപ്രിൽ 17-ാം തീയതി JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക്, മെയ് 18-ാം തീയതി JEE അഡ്വാൻസ്ഡ്, ജൂൺ 2-ാം തീയതി JEE അഡ്വാൻസ്ഡ് ഓൾ ഇന്ത്യ റാങ്ക്. തീർച്ചയായിട്ടും മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു അക്കാഡമിക് ഇയറാണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ. Brilliant Study Center, India's #1 coaching center for NEET and JEE.